സഹൃദയരെ, ചെറുപ്പത്തിൽ ചിന്ത ഉറക്കാത്ത സമയത്ത്, ലോകം മാറ്റത്തിന്റെ മറിമായം തീർക്കാത്ത കാലത്ത് മാസ് എന്ന വാക്ക് മനസ്സിലോട്ടിട്ട് തന്നെ രോമാഞ്ചം കൊള്ളിച്ച ആ നായകൻ. യുവത്വത്തിന്റെ തുടക്കത്തിൽ പലരുടെയും പാതിരാത്രികൾ ജനൽ കമ്പിയിൽ പിടിച്ച് അതിനൊരു വില്ല് പാട്ടും കേട്ട് നാളെ പുലർച്ചെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വിജയണ്ണനെ പോലെ പറന്നടിച്ച് മാസ് കാണിക്കണമെന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച നായകൻ. കാലത്തിന്റെ ഓർഗ്യാസത്തിൽ വിവരത്തിന്റെ പരിണാമം സംഭവിച്ച പ്രേക്ഷകരിൽ ഒരു വലിയ സംഘത്തിന്റെ വിജയണ്ണന്റെ പുതിയ സിനിമകളോട് അപ്രീതി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂഴച്ചക്കയിലെ ഈച്ചകളെ പോലെ ഇപ്പോഴും ആരാധകർ ഏറെയുണ്ടെന്നെ. സുഹൃത്തുക്കളെ, ഗോട്ട് എന്ന സിനിമ ഉന്നതങ്ങളിൽ വളരെ ചർച്ചയായ ഒരു സിനിമയാണല്ലോ. കാരണം ഇത് അണ്ണന്റെ അവസാനത്തെ രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റ് പടമാണല്ലോ. പക്ഷേ ഈ പടം റിലീസായി പടം കണ്ട് ഫാൻസ് പോലെ ഹാൻസ് വെച്ച് കിടന്നുറങ്ങിയെന്നാണ് റിപ്പോർട്ട്. തുടരെ ഇങ്ങനത്തെ അവിഞ്ഞ ഏത്തപ്പഴങ്ങൾ പോലത്തെ പടങ്ങൾ ഇറക്കാൻ ഇപ്പൊ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിൽ ഇരിക്കുന്നതിൽ വിജയണ്ണനാണ് ഒന്നാം പന്തിൽ എന്നാണ് എന്റെ ഒരു ഇത്. മാത്രമല്ല, മുളകുപൊടി കണ്ടിൽ വിതറിയാൽ തിയേറ്ററിനകത്ത് കയറിയ വിജയണ്ണന്റെ പടമാണെങ്കിൽ മനസ്സറിഞ്ഞ് തുള്ളാൻ ശേഷിയുള്ള മിടുക്കന്മാരായ പ്രേക്ഷകർ ഉള്ളപ്പോ അണ്ണൻ ഇറക്കുന്ന പടത്തിനെല്ലാം മിനിമം 300 കോടി ക്ലബ്ബാണ്. എന്നാലും എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ആടിന് വന്ന ഗർഭ അലസിപ്പിച്ച പോലത്തെ പടം ഇറക്കുന്ന അണ്ണൻ എന്തുകൊണ്ടൊരു നാഷണൽ അവാർഡ് ഇതേവരെ കിട്ടിയില്ല. മരുന്ന് വയലിട്ട് വെള്ളം കുടിക്കുന്ന പോലെയാണ് വിജയണ്ണന്റെ ഇക്കാലത്തെ സിനിമകളെല്ലാം. വിഴുങ്ങിക്കോണം കണ്ണും പൊട്ടി ഇല്ലെങ്കിൽ കഴിച്ചിട്ട് വെളിയിൽ തുപ്പും. ഇനി അതിലേക്ക് വരുമ്പോൾ ഇതൊരു തീനം വന്ന ആടാണ്. തീനം വന്ന ആടിനൊരു താരാട്ട് എന്ന് പറയുമ്പോഴാണ് ഈ സിനിമയുടെ അവസ്ഥ. ലോകേഷ് കനകരാജ് ഇല്ലായിരുന്നെങ്കിൽ നിലവിൽ വിജയണ്ണന് ഈ ഇടക്കാലത്ത് ഒന്നും ഒരു ഫസ്റ്റ് ഹാഫോ സെക്കൻഡ് ഹാഫോ പോലും ഇല്ല. എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ലിയോയെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് കാരണം പലതും ആകാം, പക്ഷെ ഇവിടെ ലിയോ അല്ലല്ലോ നമ്മുടെ വിഷയം. ആട് ജീവിതം അതാണ്. സിനിമയെ മാറ്റില്ലടാ. സത്യം പറഞ്ഞ പണ്ടേ വിജയണ്ണന്റെ പല സിനിമകളും തെമ്മാടിക്കുഴിയിൽ അടക്കേണ്ടതായിരുന്നു. പ്രതീക്ഷ, വെറും പ്രതീക്ഷ. പഴയ സിംഗം പുതിയ ഉൾപ്പെട്ട് വരും എന്നുള്ള പ്രതീക്ഷ. എന്തൊക്കെ തന്നെ ആയാലും, എത്ര തുള വീണിട്ടും എത്ര തള്ളി പറഞ്ഞാലും അന്യായമായ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഈ പടം കണ്ടത്. പക്ഷേ ഒടുക്ക ആരാധകനെ കുണ്ടിക്ക് കുത്തിയ അവസ്ഥയായി പോയി പടത്തിന്. എന്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ തെലുങ്ക് ദേശത്ത് ആകെ പുളകം കൊള്ളിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ പടം എടുത്തു വെച്ചേക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ബാലയ്യകാരുവിന്റെ പല സ്റ്റണ്ടുകളും ഈ പടത്തിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. മെട്രോയുടെ മുകളിലൂടെ ബൈക്ക് ഓടിക്കുന്നു, മെട്രോയുടെ അകത്തൂടെ ബൈക്ക് ഓടിക്കുന്നു, ഒരു പടി അപ്പുറം കിടന്ന് സ്റ്റേഡിയത്തിന്റെ മുകളിലൂടെ ഒരു ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഇമാതിരി കൾട്ട് സീനുകളെല്ലാം ബാലയ്യകാരുവിന്റെ കുത്തുകയായിരുന്നല്ലോ. ഏതോ മരണക്കിണറ് ബൈക്ക് ഓടിച്ചോണ്ടിരുന്നവനെയൊക്കെ പിടിച്ച് സ്റ്റണ്ട് മാസ്റ്റർ ആക്കിയ അവനാണെങ്കിൽ ബൈക്കില്ലാതെ ഒരു കൊറിയോഗ്രാഫി ചെയ്യാൻ പറഞ്ഞൂടാ. ശരി, അത് വന്നൊരു കൊമേഴ്ഷ്യൽ വിജയപ്പെടുത്തി ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താ അണ്ണാമ്പൂച്ചയായിട്ട് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ട് എന്നും പറഞ്ഞ് മുഴുനീള പടത്തിൽ മുണ്ടില്ലാതെ കുളിക്കുന്ന മുതുകളവന്റെ സീൻ എത്ര നേരം എന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കണല്ലേ. അല്ല ഉപമ അത് മറ്റേടത്തായി പോയില്ലേ. അതായത് ലോജിക് എന്നത് ഈ പടത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടെ പോലും പോയിട്ടില്ല. ഉദാഹരണത്തിന് പടത്തിലെ വിജയണ്ണന്റെ കൂട്ടുകാരും നമ്മളെ കൂട്ടുകാരുമായിട്ട് നമുക്കൊന്ന് ഉപമിക്കാം. നമ്മളെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ എന്ത് ചെയ്യും? ഒന്നുകിൽ അടിച്ച് പിടുത്തമായി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണമെന്ന് കരുതും, ഇല്ലെങ്കിൽ ഏതെങ്കിലും കട്ടലിനടിയിൽ പോക്കി നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടേക്കണം വിചാരിക്കും. പക്ഷേ ഈ യൂണിവേഴ്സിലെ വിജയണ്ണന്റെ കൂട്ടുകാർ ഇങ്ങനെയൊന്നും അല്ല. അണ്ണ ആരോടെയും പറയാതെ റഷ്യക്ക് പോയിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കും. അപ്പോൾ ടെൻഷനായ കൂട്ടുകാരൻ പ്രശാന്ത് അപ്പൊ തന്നെ ചെന്നൈയിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് റഷ്യക്ക് നേരെ വിജയണ്ണന്റെ കറക്റ്റ് മുന്നിൽ തന്നെ ചെന്നിരിക്കും. അതെങ്ങനെ വിജയണ്ണന്റെ മുന്നിൽ തന്നെ പോയി നിന്ന ഗൂഗിൾ മാപ്പിന് പോലും വഴി പറഞ്ഞു കൊടുക്കുന്നത് പ്രശാന്താണെന്നാണ് ഇപ്പൊ അറിയാൻ പറ്റിയ. പണ്ട് ഞാൻ ഇങ്ങനെ ജീൻസ് സിനിമയെ കണ്ടേണ്. ആ ജീൻസ് എടുത്ത് ആരാ കഴിവ് കിട്ടിയ പിന്നെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ പടം വിജയണ്ണ ഉച്ചമയക്കത്തിൽ നിന്ന് ഉറക്കണിച്ച് നോക്കിയപ്പോ കണ്ണാടിയിൽ വിജയണ്ണ വയസ്സായിരിക്കണം കണ്ട്. ടെക്നോളജിക്ക് ഇത്രയും വളർന്നില്ലേ, നമ്മളെ തന്നെ നമ്മൾ കൊഞ്ചം എങ്ങാ പാത്തിടലാമേ. അപ്പൊ തന്നെ വിജയണ്ണനെ വേണ്ടി ചാകാൻ നിൽക്കണ ഏതൊരു പ്രൊഡ്യൂസറെ വിളിച്ച് അണ്ണം പറഞ്ഞാണ് എനിക്ക് എന്നെ തന്നെ സിനിമയിൽ മുഴുനീളെ കാണണം, പിന്നെ കുറച്ച് രാഷ്ട്രീയ പ്രവേശനം കൂടെ കുത്തിക്കേറ്റിക്കോ, പിള്ളേരൊക്കെ ഉഷാറാവട്ടെ, വേല കിട്ടോ, ആട് ചേച്ചി അത് വേണ്ട, നല്ല ഇറക്കാം, അത് ഗോട്ട് നക്കിക്കോ. അങ്ങനെ ഉച്ചമയക്കത്തിൽ കിടന്ന കൊച്ചനെ പറ്റി ആലോചിച്ചിട്ട് കിടന്ന വിജയണ്ണന് തോന്നിയ ഐഡിയ ആയിരിക്കണം ഈ സിനിമ. അല്ല അങ്ങനെ ആവാലോ. എന്തായാലും ഡിയേജിങ്ങും പടത്തിലെ യുവന്റെ പാട്ടുകളും മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അതിനേക്കാൾ ട്രിപ്പിൾ മടങ്ങ് കാട്ടാവരാന്ന് പടത്തിലുണ്ടല്ലോ. പക്ഷെ BGM അത് കൊള്ളായിരുന്നു. പിന്നെ DH ചെയ്ത വിജയ് കണ്ടാപ്പറയും ട്യൂബർകുലോസിസ് വന്ന് അതിജീവനം നടത്തിയ സംക്രീനം കൊക്ക് കാൽപോൾ ഗുളിക കഴിച്ച് റിയാക്ഷൻ ഉണ്ടായി മനുഷ്യനായി പരിണമിച്ചതാണെന്ന് ആ മുഖത്തോട്ടും നോക്കി കുനിച്ചു നിർത്തി കൂമ്പിലടിക്കാൻ തോന്നല്ലേ. ആകെ മൊത്തത്തിൽ മീൻചാറ് വെള്ളമുണ്ടിൽ വീണ പോലത്തെ പടമാണിത്. എന്തിനു ഞാൻ നിങ്ങൾക്ക് മൊത്തം കാണിക്കണം? നിങ്ങൾക്ക് ഇത് OTT പോയി കാണാമല്ലോ. എങ്കിലും ചില പ്രത്യേക സീനുകളൊക്കെ നിങ്ങളെ കാണിക്കാതെ പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പടം ഞാൻ ഒറ്റ ശ്വസ്തി മൊത്തത്തിൽ ഒന്ന് വിരിച്ചാൽ സീക്രട്ട് ആന്റി ടെററിസ്റ്റ് ഇന്റലിജൻസ് വിജയണ്ണനും ടീമും ഒരു മരുഭൂമിയിൽ ട്രെയിനിൽ കുടുംബത്തെയും കൊണ്ട് ഉല്ലാസയാത്ര പോകുന്ന ഒരു തീവ്രവാദിയെ കൂട്ടത്തിൽ ഒരു അല്പ യുറേനിയം കടത്തിക്കൊണ്ട് പോയി എന്ന ചെറിയൊരു കാരണത്താൽ കുടുംബസമേതം ചുട്ടു കൊല്ലുന്നതിൽ നിന്നാണ് പടം ആരംഭിക്കുന്നത്. ആദ്യമേ തന്നെ ഗ്രീൻ സ്ക്രീൻ വെച്ച് വെള്ളത്തരം കാണിച്ച് ഗ്രാഫിറ്റിനെ മൂട്ടിലടിക്കുന്ന ഒരുപാട് സീൻ കാണാം. ഒരുത്തരാണെങ്കിൽ 4 ദിവസം മുന്നേ അവിടെ കയറി ഇരുന്ന ഒരു കോപ്പം വെച്ച് ഒച്ചിന്റെ സ്പീഡിൽ പോണ ഒരു ട്രെയിനെ കുറെ നേരമായിട്ട് സൂം ചെയ്യുന്നുണ്ട്. എന്തിനാന്തോ വേറത്തെ കൂട്ടിക്കിടക്കണ കൊരങ്ങനെ കപ്പലിട്ട് ഇട്ട് കൊടുക്കുന്ന പോലെ ബോംബെറിയാണ്. ഇനി ഇവൻ എന്താ കേട്, ഇവൻ എന്തിന് പറന്നു വരണം. അതിനുശേഷം പാട്ട്, കോമഡി, പിന്നെ വീണ്ടും പുതിയ മിഷൻ. അതങ്ങ് പട്ടായക്ക്. വിജയണ്ണ കുടുംബസമേതം പൂർണ്ണ ഗർഭരണിയായ ഭാര്യനെ കൊണ്ട് പട്ടായക്ക് ആ തീവ്രവാദ മിഷൻ അങ്ങ് ചെല്ലും. അത് പന്തം വിട്ട കുഞ്ഞിന് കുന്തം കണ്ട പേടി എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ വിജയണ്ണനെ ആക്രമിക്കും.
പ്രസവിക്കാൻ വരും. അതിന്റെ ഇടയിലാണെങ്കിൽ വിജയന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന. അപ്പൊ തന്നെ എങ്ങനെയും പ്രസവിച്ചു പറ്റൂ. ഏത് റിട്ടയർഡ് സീരിയലിലെ റൈറ്ററാണ് ഇതിന്റെ കഥ എഴുതിയത്. വിജയനെ എങ്ങനെ ഒരുവിധ വല്ലച്ചാതി ഹോസ്പിറ്റലിൽ എത്തിക്കും ഭാര്യനെ പ്രസവിക്കാനായിട്ട്. അതിന്റെ ഇടയിൽ ആറ്റുനോട്ടിരുന്ന് കിട്ടിയ മോനെ ഷവർമ വാങ്ങിച്ചോണ്ട് ഇപ്പൊ പപ്പ വരാന്നും പറഞ്ഞ് ഒരു കസേര ഇരുത്തിട്ടൊക്കെ പോകും. ഈ ഹോസ്പിറ്റലൊക്കെ ഏത് പൂഞ്ഞത്തിലാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. എങ്കിലും വിജയനെ ധൈര്യത്തോടെ മോനെ അവിടെ ഇരുത്തിട്ട് പോക്കളെ. തിരിച്ചു വന്നപ്പോ മോൻ ഇരുന്നെടുത്ത് മൂക്കള പോലും ഇല്ല. ചെറുക്കനെ ആളെ തട്ടിക്കൊണ്ടുപോയി പിന്നെ കത്തിക്കറിഞ്ഞ ബോഡിയാണ് വിജയനെ കിട്ടുന്നത്. ഇതറിഞ്ഞ ഭാര്യ വിജയനോട് പറഞ്ഞ് ഇറങ്ങിപ്പോടാ പട്ടി മൺചട്ടി എന്ന് പറഞ്ഞ് ഭാര്യയുടെ ആട്ടും കേട്ട് ജോലി രാജിവെച്ച് ഡിപ്രഷൻ അടിച്ച് കുറെ നാൾ നടക്കണ വിജയനെ അവസാനം ഒടുക്കാതെ മടുക്കും. അപ്പൊ കരുതും പഴയ പരിപാടി ഓണാക്കിയാലെന്ന്. അങ്ങനെ ഒരു മിഷന്റെ ഭാഗമായിട്ട് റഷ്യയിലെത്തുന്ന വിജയനെ പെട്ടെന്നതാ ഒരാളെ കാണുന്നു. തന്റെ അതേ തൊഴിലൂപമുള്ള ഒരുത്തൻ അന്തം വിട്ട് കുന്തം കുലുങ്ങിയ വിജയണ്ണൻ. അപ്പൊ തന്നെ അവ ആരെന്താന്ന് പോലും അറിയാതെ വിളിച്ചുകൊണ്ടൊന്ന് കുടുംബത്തിൽ കയറ്റും. ഒടുക്ക അവ ഇവിടെ വന്ന് എല്ലാരും അടക്കം ചെയ്യണതാണ് ഈ കഥ. കറവ പറ്റി പശുവെന്ന് പാല് പിഴി എടുക്കുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ ഈ പടത്തിൽ കുത്തി കേട്ടിട്ടുണ്ട്. പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം ചാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു റോള് നമ്മൾ അജ്മലിന് കിട്ടി. അജ്മലിനെ വിജയണ്ണെ മുതുകത്ത് കുത്തി കൊല്ലും. ഇനി വിജയണ്ണനെ മുതുകത്ത് കുത്തുന്ന കൂട്ടുകാരനെ അഭിനയിക്കുന്ന ചതിനെ നമ്മുടെ പ്രഭുദേവ് അണ്ണനകത്തുണ്ട്. എന്നാൽ ഞാൻ ഈ പടത്തിൽ ചാവെന്ന് പ്രതീക്ഷിച്ച പ്രശാന്തൻ ചത്തതുമില്ല. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു അപരാധപ്പെടുത്തിൽ പാവം ധോണിയെ കാണിച്ച? ഞാൻ എന്റെ അതൃപ്തി അടിവരയിട്ട് രേഖപ്പെടുത്തുന്നു. കൊമേഴ്ഷ്യൽ പടങ്ങൾ എന്നാൽ കോമയിലായിരിക്കുന്നവരെ കിടക്കയിൽ നിന്ന് കിടപ്പറയിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിവുള്ള സിനിമകൾ എന്താണോ? അല്ല എന്തോന്ന് ഉദാഹരണം എന്നിട്ട് ഇനിയില്ല. താനൊരു ആന്റി ടെററിസ്റ്റ് കോഡിലെ പ്രമുഖനാണെന്ന് ഭാര്യ അറിയാതിരിക്കാൻ വേണ്ടി ഒരു കയ്യിൽ തോരൻ പരിപ്പും മറുകയിൽ തോക്കും എന്ന് പോലുള്ള സീനൊക്കെ കൊണ്ട് ഇതില് ഇത്ര വലിയ മിഷനും തൂങ്ങി കിടന്ന് പോകുമ്പോഴെങ്കിൽ ആ മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആകെ കൂടാ. എന്തൊക്കെയാണെങ്കിലും ടെക്നോളജിയിൽ ഈ പടം വളരെ മുൻപന്തിയിലാണ്. എഐക്ക് ഉപയോഗിച്ചുള്ള ഒരുപാട് സീനുകളോ ഈ സീന് മമ്മൂക്ക ഈ സീനൊക്കെ പണ്ടേ വിട്ടതാണ്. ഇനി ഇവരുടെയൊക്കെ മേധാവിയെ ജയറാമേട്ടൻ AKA മേജർ ശ്രീകുമാറിനെ കൊല്ലുന്ന ഒരു സീനുണ്ട്. മേജർ ശ്രീകുമാരൻ തമ്പിന്റെ ആളറിഞ്ഞോടത്ത് ഒരു മുഖം മൂടി ധരി ഭൂപടത്തിൽ എവിടെ നിന്നോ ചാടി വന്ന് മെട്രോയ്ക്കകത്ത് കയറി ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഫോണിൽ കൂടെ വാഗോണ്ട് പറയാൻ പറ്റില്ല, നീ നേരിട്ട് വന്നാലും ഞാൻ അത് കാച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എവിടെന്നാ വന്ന് ചാടി കൊന്നിട്ട് പോകും. വിജയനെ കൃത്യസമയത്ത് അവിടെ എത്തിയെങ്കിലും രക്ഷിക്കാൻ പറ്റിയില്ല. മേജറിന് ചാവാനായിരുന്നു വിധി. മേജറിന്റെ മയ്യത്ത് കണ്ട് നമ്മൾ പകച്ചിരിക്കുമ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത്. വിജയണ്ണ അങ്ങ് ഉഗാണ്ടെന്ന് കൊണ്ടുവന്നില്ലേ ആ ഡ്യൂപ്ലിക്കേറ്റ് വിജയണ്ണൻ. ആ വിജയാണ് ഈ മേജർ രവിനെ കൊന്ന. മേജർ രവികളുടെ മേജർ വാസുദേവൻ എന്തോ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് മാസ് അടിച്ച് വന്ന് കൊന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം ഇത് വേറെ ആരോടെ ഹെൽമെറ്റ് വരുമ്പോ വിജയണ്ണനാണെന്ന് കാണുമ്പോൾ നമ്മൾ അന്തം പറഞ്ഞു അല്ലേ. ടീസർ കണ്ടപ്പോ ഇതൊക്കെ വിജയണ്ണനാണെന്ന് നമുക്ക് മനസ്സിലായടാ. ഇതൊക്കെ കണ്ട് ഞെട്ടണമെങ്കിൽ ഞെട്ടില്ല വട്ടയിലെ പൊട്ടന്മാരായിരിക്കണം നമ്മൾ. അവന്മാരെ ടിസ്റ്റ് തുളിച്ച് വെച്ചിരിക്കണ കാറി തുപ്പള്ള. ഞാൻ ശരിക്കും ഇനി എന്താണ് ഈ നടക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയണ്ണനല്ല ഇവന്റെ ഒറിജിനൽ തന്ത. അന്ന് യുറേനിയം അടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരു ഫാമിലിനെ വിജയണ്ണൻ ചുട്ടു കൊന്നില്ലേ. അതിലെ മെയിൻ തീവ്രവാദി രക്ഷപ്പെടും. അവന്റെ ഫാമിലിയാണ് തട്ടിപ്പോണ. അതിന്റെ പ്രതികാരം തീർക്കാനാണ് വിജയണ്ണന്റെ കൊച്ചിനെ ഇവൻ തട്ടിക്കൊണ്ട് പോയിട്ട് കൊച്ചിനെ കൊണ്ടിട്ട് തീവ്രവാദ ക്യാമ്പിട്ട് നരകിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് വിജയണ്ണനെതിരെ തിരിച്ചുവിടും. അല്ല എനിക്ക് മനസ്സിലാകാത്ത ഒരു സ്ക്വാഡ് പോയിട്ട് പോയി വിജയണ്ണനെ അടുത്ത് മാത്രം ഇവനിത്ര കലിപ്പ്. അല്ലേ തന്നെ ആ ഓപ്പറേഷന്റെ ഹെഡ് എന്ന് പറയുന്നത് ജയറാമേട്ടനായിരുന്നു. അങ്ങനെ അടുത്ത് പോലും ഇങ്ങനെ ഇത്ര കലിപ്പില്ലല്ല. ഇതൊരു മാതിരി നാറ്റം ഉണ്ടാക്കിയത് സെപ്റ്റി ടാങ്കിനാണ് പഴി എന്ന് പറഞ്ഞ പോലെ നാറ്റം നിറച്ചവർക്ക് ഒരു കുറ്റം ഇല്ല. പോട്ടെ, അത് വിട്, കഥയിൽ ചോദ്യമില്ല. ശരി, നമുക്കപ്പോ ക്ലൈമാക്സിലേക്ക് കടക്കാം. ഒടുക്കം ചെന്ന് നിൽക്കുന്നത് ഒരു സ്റ്റേഡിയത്തിന്റെ മുകളിലാണ്. അവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന അപരാധത്തിന് ഒരു ഗത്യന്തരം ഇല്ല. എന്തായാലും ഒടുക്കം വില്ലൻ വിജയനെ തീർക്കും. അത് കഴിഞ്ഞ് പടം തീർന്നു നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മൂമ്മ ടെസ്റ്റ്. ഒരു പടത്തെ ഒരു വിജയനെ പാത്തിരിക്കുക, 2 വിജയനെ പാത്തിരിക്കുക, ഒരു 10,000 വിജയം നിങ്ങൾ പാത്തിരിക്കുക. ഇനി നിങ്ങൾക്കത് പാക്കണമാ. എന്നാ ഈ പടത്തിന്റെ 2ാം ഭാഗം ഉണ്ടെങ്കിൽ അതിൽ മൊത്തം വിജയായിരിക്കും. ആ പടത്തിൽ നടിയും നടനും വില്ലനും അനിയനും അമ്മൂമ്മയും അപ്പൂപ്പനും അളിയനും ഒക്കെ വിജയാണ് തന്നെ. ഒരു ക്ലോണിങ് കഥയായിരിക്കും അടുത്ത കഥ. ഒരു ചക്ക വെട്ടി അതിനകത്ത് ചുള എല്ലാം ഒരേപോലെ എന്ന് പറയും പോലെ DAG ചെയ്ത് വന്ന വിജയ് എന്ന് ഒറിജിനൽ വിജയ് അല്ലെന്ന്, അതൊരു ക്ലോൺ വിജയാണ്. ഇനി അവിടെ വേറെ വിജയണന്മാരെ കുപ്പിയിലടച്ചു വെച്ചിട്ടുണ്ട്. അതിനെയൊന്നും ദൈവം ഇത് തുറന്നു വിടില്ല. അതൊന്നും കാണാനുള്ള ത്രാണി നമുക്കില്ല. അവിടെ തന്നെ ഇരിക്കട്ടെ, അവിടെ തന്നെ വെച്ചോ. ഈ അവസാനത്തെ ട്വിസ്റ്റ് കണ്ട് ഫാൻസ് വരെ തല പൊങ്ങഞ്ഞ് മൂത്രം ഒഴിച്ചെന്നാ പറയണ തലേക്കൂടെ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്റെ പഴയ വിജയണ്ണനെ തരൂ, ഇല്ലെങ്കിൽ പുതിയ വിജയണ്ണനെ തരാതെങ്കിലും ഇരിക്കും. അണ്ണ ഇങ്ങനെ കിടന്ന് പൊഴുക്കണ കാണാൻ വയ്യത്തോണ്ടാണ്. അപ്പൊ ശരി ഗൈസ്, വളരെ മാന്യമായ രീതിയിൽ ഞാൻ ഈ പടത്തെ പറ്റി നിങ്ങളോട് സംസാരിച്ചില്ലേ. നമ്മൾ ഇനി വീണ്ടും കാണും. അപ്പൊ ശരി, ബൈ. الحمد لله الحمد لله الحمد لله الحمد لله